2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയിരുന്നു. മോദി ദ്വീപിലെ വെളുത്ത മണലിൽ കൂടി നടക്കുന്നതിന്റെയും സമുദ്രത്തിൽ ഡൈവ് ചെയ്യുന്നതിന്റെയും ഒക്കെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ടൂറിസം മേഖലയിൽ തന്നെ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കിയതായിരുന്നു ആ സന്ദർശനം. എന്നാൽ പ്രധാനമന്ത്രി മോദി ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെ മാലിദ്വീപിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കുമെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. ഇതിനു പിന്നാലെ ഇന്ത്യയും മാലിദ്വീപുമായുള്ള ബന്ധം വഷളാവുകയും ചെയ്തിരുന്നു. ഇതോടെ മാലിദ്വീപ് ബഹിഷ്കരിക്കണമെന്ന് ഇന്ത്യക്കാർ വ്യാപകമായി ആവശ്യപ്പെട്ടു. പിന്നീട് നടന്നത് ചരിത്രമാണ്. ഈസി മൈ ട്രിപ്പ് പോലുള്ള ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോമുകൾ മാലിദ്വീപിലേക്കുള്ള ഫ്ലൈറ്റുകൾ, താമസ സൗകര്യങ്ങൾ എന്നിവ റദ്ദാക്കി. മാലിദ്വീപ് ബഹിഷ്കരിക്കണമെന്ന് സോഷ്യൽ മീഡിയയിലുടനീളം ആഹ്വാനമുണ്ടായി. ദിവസങ്ങൾക്കുള്ളിൽ അവിടേക്കുള്ള യാത്രകൾ ഇന്ത്യക്കാർ കൂടുതലായി റദ്ദാക്കി തുടങ്ങി. മാലിദ്വീപിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു. ഇതോടെ ബഹിഷ്കരണ ആഹ്വാനം മാലിദ്വീപിന്റെ നടുവൊടിച്ചു. മാലിയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു. സമാനമായ ഇത്തരമൊരവസ്ഥ തുർക്കിക്കുണ്ടാകുമെന്നാണ് നിലവിൽ ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിന് കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ മറുപടി നൽകിയപ്പോൾ ആയുധങ്ങളും വെടിക്കോപ്പുകളും നൽകി പാകിസ്ഥാനൊപ്പമാണ് തുർക്കി നിലകൊണ്ടത്. അടുത്തിടെ നടന്ന ഭൂകമ്പത്തിൽ തുർക്കിക്ക് സഹായമെത്തിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നത് ഇന്ത്യയായിരുന്നു. എന്നാൽ അതുപോലും തുർക്കി ഓർത്തില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു തുർക്കി. ഇതോടെ ഇന്ത്യൻ വാണിജ്യ ലോകത്ത് ബോയ്ക്കോട്ട് തുർക്കി ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. തുർക്കിയുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കാനാണ് ആഹ്വാനം. തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതിയും ടൂറിസം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം വരെ പ്രതിസന്ധി നേരിടുകയാണ്. തുർക്കിയിൽ നിന്നുള്ള പഴങ്ങളുടെയും ഡ്രൈ ഫ്രൂട്ട്സിന്റെയും വിൽപ്പന കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞിരുന്നു. ലോകത്തെ പ്രമുഖ ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായ തുർക്കിയിലേക്കുള്ള യാത്ര ഇന്ത്യൻ സഞ്ചാരികൾ ഒഴിവാക്കുന്നതും തുർക്കിക്ക് കനത്ത തിരിച്ചടിയാകും. തുർക്കിയിലേക്കുള്ള ടൂറിസം ബുക്കിംഗുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതായാണ് വിവരം. പാകിസ്ഥാനു പരസ്യ പിന്തുണ നൽകിയ മറ്റൊരു രാജ്യമായ അസർബൈജാനിലേക്കുള്ള യാത്രകളും ഒഴിവാക്കിയിട്ടുണ്ട്. 2024 3.3 ലക്ഷം ഇന്ത്യക്കാരാണ് തുർക്കി സന്ദർശിച്ചത്. ഇതേ കാലയളവിൽ 2.4 ലക്ഷം ഇന്ത്യക്കാർ അസർബൈജാനും സന്ദർശിച്ചു. രണ്ടു രാജ്യങ്ങളുടെയും ടൂറിസം മേഖലയിൽ ഗണ്യമായ സംഭാവന നൽകിയ ഇന്ത്യ ബോയ്ക്കോട്ട് ആഹ്വാനവുമായി എത്തുമ്പോൾ അത് വലിയ തിരിച്ചടിയാണ് രണ്ടു രാജ്യങ്ങൾക്കും ഉണ്ടാക്കുന്നത്. ഇതിനു പുറമെ വ്യാപാര ബന്ധങ്ങളെയും ബാധിക്കും. 2022-23 ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഏകദേശം $13.81 ബില്യൺ ആയിരുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ന്യൂക്ലിയർ റിയാക്ടറുകൾ, വിവിധ ചരക്കുകൾ എന്നിവയായിരുന്നു തുർക്കിയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്ത പ്രധാന ഉൽപ്പന്നങ്ങൾ. പുനെയിലെ വ്യാപാരികൾ തുർക്കി ആപ്പിൾ ബഹിഷ്കരിച്ചതുപോലെ ഈ ബഹിഷ്കരണം മറ്റ് മേഖലകളിലേക്കും വ്യാപിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും സുപ്രധാന വ്യാപാര ബന്ധത്തെ ഇത് തടസ്സപ്പെടുത്തുകയും തുർക്കി കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക നഷ്ടം നേരിടുകയും ചെയ്യും. നിക്ഷേപത്തിന്റെ കാര്യത്തിലും തുർക്കിക്ക് തിരിച്ചടിയാണ്. തുർക്കിയുടെ ഇന്ത്യയിലെ നിക്ഷേപം $210.47 മില്യൺ ആണ്. അതേസമയം ഇന്ത്യയുടെ തുർക്കിയിലെ നിക്ഷേപം ഏകദേശം $126 മില്യൺ. ബോയ്ക്കോട്ട് തുർക്കിയോടെ നിക്ഷേപങ്ങളെയും ഇത് ബാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കൈത്താങ്ങായിരുന്ന ഇന്ത്യയെ പിന്നിൽ നിന്നും കുത്തിയ തുർക്കിക്ക് 8ന്റെ പണിയാണ് വരാൻ പോകുന്നത്.